നമ്മളിന്ന് പഠിക്കുന്ന ടോപ്പിക്ക് MEG40, അതായത് ഇഗ്നോയുടെ ME ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ 14 കോഡായിട്ടുള്ള MEG40ൻ്റെ ഒന്നാമത്തെ യൂണിറ്റാണ്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ പറയുന്നത്? നോക്കി നോക്ക്. ഞാനിതാ ഒരു പിക്ചർ കൊടുക്കുന്നു, അതിലേക്ക് അങ്ങോട്ട് നോക്കുക. ഇറ്റ് ഡിസ്കസ് ദ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻസ് ആൻഡ് ദ റോൾ ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ ക്രിയേറ്റിംഗ് എ കോമൺ ലിറ്റററി ഹെറിറ്റേജ്. അതായത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ലിറ്റററി ട്രഡീഷൻസിൻ്റെ, ഇന്ത്യൻ ലിറ്ററേച്ചർ പാരമ്പര്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയും യൂണിറ്റിയെക്കുറിച്ചുമാണ്. ആൻഡ് ദ റോൾ ഓഫ് ട്രാൻസ്ലേഷൻ, ആ ലിറ്ററേച്ചർ എങ്ങനെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇൻ എ കോമൺ ലിറ്റററി ഹെറിറ്റേജ്. ഒരു ലിറ്റററി പാരമ്പര്യം സാഹിത്യപരമായിട്ടുള്ള ഒരു ശൃംഖല രൂപപ്പെടുത്തുന്നതിൽ എന്തായിരുന്നു ട്രാൻസ്ലേഷൻ്റെ പങ്ക് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ദ ഫസ്റ്റ് പോയിൻറ്റ്, മീനിങ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. എന്താണ് ഇന്ത്യൻ ലിറ്ററേച്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യൻ ലിറ്ററേച്ചർ റെഫേഴ്സ്, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്തിനാണ് പരാമർശിക്കുന്നത്? വേരിയസ് ലിറ്റററി വർക്ക്സ്, ഒരുപാട് ലിറ്റററി വർക്ക്സ് ഉണ്ട്. ഇൻ മെനി ലാംഗ്വേജ്, ഒരുപാട് ലാംഗ്വേജിൽ എന്തുണ്ട്, ഒരുപാട് ലിറ്റററി വർക്ക്സ് ഉണ്ട്. ഹിന്ദി, ബംഗാളി, സാൻസ്ക്രിറ്റ്, തമിഴ്, ഉറുദു, മലയാളം, ഒഡിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ലാംഗ്വേജുകളിൽ ഒരുപാട് എന്തുണ്ട്, ലിറ്ററേച്ചർ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. വൺ ലിറ്ററേച്ചർ ഇൻ മെനി ലാംഗ്വേജ്. ബട്ട് ബേസിക്കലി ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു മീനിങ് പറയുന്നത് വൺ ലിറ്ററേച്ചർ ഇൻ മെനി ലാംഗ്വേജ്. അതുകൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത്? ലിറ്ററേച്ചറിൻ്റെയൊക്കെ ഒരു തീമും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പല ലിറ്ററേച്ചറുകളിലും സെയിം ആയിരുന്നു, സാഹിത്യങ്ങളിൽ സെയിം ആണ് എന്നുള്ളതാണ്. അതൊരുപാട് ലാംഗ്വേജുകളിൽ അതായത് നമ്മൾ പറയുന്നുണ്ട് സ്പിരിച്വാലിറ്റിയാണ്, അതുപോലെ തന്നെ ലവാണ്, അതുപോലെ തന്നെ സമരങ്ങളാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ജാതി വംശീയ കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. അത് തന്നെ പല ഭാഷകളിൽ എന്താക്കിയാണ് വിവർത്തനം നടത്തിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ത്യൻ ലിറ്ററേച്ചർ കളക്റ്റീവ് ലിറ്റററി എക്സ്പ്രഷൻ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ ജനങ്ങളുടെ ഒരു കളക്റ്റീവായിട്ടുള്ള എക്സ്പ്രഷനാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്ക്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. എന്താണ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ ഹാസ് മെനി ലാംഗ്വേജ്, റിലീജിയൻസ്, കൾച്ചേഴ്സ്, സോ കോമൺ ലിറ്റററി ട്രഡീഷൻ. ഇന്ത്യക്ക് എന്തുണ്ട്, ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഒരുപാട് റിലീജിയൻസ് ഉണ്ട്, ഒരുപാട് കൾച്ചേഴ്സ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ എപ്പോഴും നിലനിന്നിരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ലിറ്റററി ട്രഡീഷൻസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കോമൺ ആയിട്ടുള്ള ലിറ്റററി ട്രഡീഷൻസ് എലമെൻറ്റ് ഓഫ് യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എലമെൻറ്റ് ഓഫ് യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഘടകങ്ങൾ എന്താണെന്നൊക്കെയാണ് പറയുന്നത്. കോമൺ മിത്ത് ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ യൂണിറ്റി ആണെന്ന് പറയാൻ ഒരു ഏകോപിതമായ കാര്യമാണ് പറയാൻ കാരണം എന്താ, ഒരു കോമൺ ആയിട്ടുള്ള ഐതിഹ്യം ഉണ്ടാവും, അതല്ലെങ്കിൽ ലെജൻസ് ഉണ്ടാവും ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. അതുപോലെ തന്നെ ഷെയർഡ് എപ്പിക്സ് ആയിരിക്കും. രാമായണ, മഹാഭാരത പോലെയുള്ള ഷെയർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓൾമോസ്റ്റ് കഥകളിലും കടന്നു വരുന്നത്. സിമിലർ ഫിലോസഫിക്കൽ ഐഡിയ പല ലാംഗ്വേജുകളിൽ ഉണ്ടായിക്കോട്ടെ, അവരുടെയൊക്കെ ഫിലോസഫിക്കൽ ഐഡിയ സിമിലർ ആയിരുന്നു. തത്വശാസ്ത്രങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിരുന്നു. അതായത് ഒരു ദൈവത്തിലേക്കോ അതല്ലെങ്കിൽ ദൈവസമ്പുഷ്ടമായത് സ്പിരിച്വാലിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കോമൺ സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്, എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്ന കൾച്ചറൽ വാല്യൂസും സോഷ്യൽ അവെയർനെസ്സൊക്കെ കോമൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിവോഷൻ ആയിരുന്നു പ്രധാനപ്പെട്ടത്. നമ്മളെപ്പോഴും കാണുന്നുണ്ട് ദൈവികപരമായ സങ്കല്പങ്ങൾ, മൊറാലിറ്റി, ഹ്യൂമൻ സഫറിങ്, ഒരുപാട് മനുഷ്യന്മാർ സഹിച്ച ത്യാഗങ്ങളായിരുന്നു ഇന്ത്യൻ ലിറ്ററേച്ചർ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട തീംസ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പേജ് നോക്കുക. അടുത്തത് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഡൈവേഴ്സിറ്റിയാണ്. ഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉണ്ട് ഇന്ത്യയിൽ, അതാണ് ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് ഡയലക്ട്സ് ഉണ്ട്, ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് നാട്ടുഭാഷകളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. റിജീനിയൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ഓരോരോ നാട്ടുകളിലും വ്യത്യസ്തമായ ആചാരങ്ങളും ട്രഡീഷൻസൊക്കെയാണ് ഉള്ളത്. ഡിഫറെൻറ്റ് ലിറ്റററി ഫോംസ് ആൻഡ് സ്റ്റൈൽസ്, പല നാട്ടുകളിലും പലതായിട്ടുള്ള ലിറ്റററി ഫോംസും സ്റ്റൈലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആസ് വൺ. ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഒന്നായിട്ട്, അതായത് ഓൾ ഇന്ത്യൻ ലിറ്ററേച്ചർ, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, ആസ് വൺ, ഒറ്റൊരു ലിറ്ററേച്ചർ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ദ ഐഡിയ സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ. ഇങ്ങനെയുള്ളൊരു ഐഡിയ, അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ കോമൺലി വൺ ആണെന്ന് പറയുന്നത് ആരൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്? അരബിന്ദോ ഘോഷാണ്, അതുപോലെ തന്നെ കുമാർ ദാസ്, രവീന്ദ്രനാഥ് ടാഗോറൊക്കെയാണ്. ദ ബിലീവ്ഡ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജ് ടുഗദർ ഫോം ഓഫ് വൺ
നാഷണൽ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. എല്ലാ ഇന്ത്യൻ ലാംഗ്വേജും ഒരു നാഷണൽ ലിറ്ററേച്ചറിൻ്റെ ഫോമാണെന്ന് അവർ പറയുന്നു. വൈ ഇന്ത്യൻ ലിറ്ററേച്ചർ കൺസിഡേർഡ് വൺ ലിറ്ററേച്ചർ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ വൺ ലിറ്ററേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത വരുന്നൊരു ചോദ്യം. എ കോമൺ കൾച്ചറൽ ഹെറിറ്റേജ് ആയിരിക്കും ഇന്ത്യൻ ലിറ്ററേച്ചർ ഉള്ളത് എന്നതാണ്. ഇന്ത്യൻ റൈറ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് രാമായണ, മഹാഭാരത, പുരാണസ്, ഫോക്ക് ട്രഡീഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ആയി. സോ ഒരു കോമൺ ആയിട്ടുള്ള ട്രഡീഷൻസാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഉള്ളത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോമൺ റിലീജിയൻസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്നാണ് ഇന്ത്യയിൽ പലപ്പോഴും ഉള്ളത് കോമൺ റിലീജിയസോ അതല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഐഡിയാസ് ആയിരിക്കും. സൂഫിസം, ഹിന്ദുസം, ഇസ്ലാം, ബുദ്ധിസം, ജൈനിസം തുടങ്ങിയ അവരുടെ ഫിലോസഫിക്കൽ ഐഡിയാസ് അതുപോലെ തന്നെ റിലീജിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. മൂന്നാമത് സിമിലർ ഹ്യൂമൻ കൺസേൺസ് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ ലിറ്ററേച്ചർ ലവ്, അതുപോലെ തന്നെ ഡ്യൂട്ടി, മൊറാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് ആണ് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ലിറ്ററേച്ചറിലേക്ക് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. കൊളോണിയലിസം, അതുപോലെ തന്നെ ഫ്രീഡം സ്ട്രഗിൾ, സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് ഈ പറയുന്ന ഓൾമോസ്റ്റ് ലിറ്ററേച്ചറിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് പറയുന്നത് വൈ ഇന്ത്യൻ ലിറ്ററേച്ചർ കോൾഡ് മൾട്ടിലിംഗ്വൽ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. എന്തിനാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ദ്വിഭാഷാ സാഹിത്യം എന്ന് വിളിച്ചത് എന്നുള്ളതാണ് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ മെനി ഡിഫറെൻറ്റ് ലാംഗ്വേജ്. പ്രധാനമായിട്ടും ഒരുപാട് ലാംഗ്വേജിൽ ഇന്ത്യൻ്റെ ലിറ്ററേച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഗ്രേറ്റസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഒരുപാട് ഭാഷകൾ ഇന്ത്യയിൽ ഉണ്ടല്ലോ. മെനി ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ എന്തായിട്ടുണ്ട് ലിറ്ററേച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കോമൺ കൾച്ചറൽ തീമായിരിക്കുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നു. ലവ്, സ്പിരിച്വാലിറ്റി, വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. അതുപോലെ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഉണ്ട് ഡൈവേഴ്സിറ്റി, അതായത് ഡൈവേഴ്സിറ്റിയിലും കാര്യങ്ങൾ ഡിഫറെൻറ്റ് ലാംഗ്വേജ് കോൺട്രിബ്യൂട്ട് വൺ നാഷണൽ ലിറ്റററി ഹെറിറ്റേജ്. പല ലാംഗ്വേജസ് ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീംസൊക്കെ എല്ലാം കൊടുക്കുന്നത് ഒരു ലിറ്റററി ഹെറിറ്റേജ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ റോൾ ഓഫ് ട്രാൻസ്ലേഷൻ ഉണ്ട്. മൾട്ടിലിംഗ്വൽ എന്ന് വിളിക്കാനുള്ള കാരണം പറയുന്നത് റോൾ ഓഫ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഒരുപാട് വർക്കുകൾ ട്രാൻസ്ലേഷൻ നടത്തുന്നു. ഈ ട്രാൻസ്ലേഷൻ ഹെൽപ്സ് ദ റീഡേഴ്സ് ആക്സസ് ദ ലിറ്ററേച്ചർ ഫ്രം അതർ ലാംഗ്വേജ്. മറ്റ് ലാംഗ്വേജിലെ ലിറ്ററേച്ചറിന് എന്താക്കുന്നു, അത് തിരിച്ചറിയാനും അത് ആക്സസ് ആക്കാനും ആർക്ക് സഹായിക്കുന്നത്, സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എൻകറേജ് കൾച്ചറൽ ഹെറിറ്റേജ്, കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇതുകൂടെ തന്നെ എന്താണ് ട്രാൻസ്ലേഷനോട് എന്താകുന്നു കൾച്ചറൽ എക്സ്ചേഞ്ചിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്സ് ദ കമ്പാരേറ്റീവ് ലിറ്റററി സ്റ്റഡീസ്, അതുപോലെ തന്നെ കമ്പാരേറ്റീവ് ലിറ്റററി സ്റ്റഡീസിനെയും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് വ്യൂസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സ്കോളേഴ്സ് എന്നുള്ളതാണ്. എന്താണ് ഈ മൊഡ്യൂളിൽ വരുന്ന മറ്റൊരു പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സിൻ്റെ വ്യൂ എന്താണ് അബൌട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ. ടാഗോർ എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ, ഡിസ്പൈറ്റ് മെനി ലാംഗ്വേജ് ഇന്ത്യൻ ലിറ്ററേച്ചർ പൊസസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റി. ഒരുപാട് ലാംഗ്വേജിനെ കൂടാതെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്താക്കുന്നുണ്ട്, ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റി ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു ഏകത്വം ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഉണ്ട് എന്നുള്ളതാണ്. സിസർ കുമാർദാസ് എന്താണ് പറയുന്നത്? കൺസിഡേർഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ലിറ്റററി സിസ്റ്റം എന്നാണ്. ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഒരു ഇൻ്റഗ്രേറ്റഡ് ലിറ്റററി സിസ്റ്റമായിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. സർ അരബിന്ദു എന്താണ് പറയുന്നത്? ഇന്ത്യൻ കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി പ്രൊവൈഡ് യൂണിറ്റി ടു ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യൻ കൾച്ചറും സ്പിരിച്വാലിറ്റിയൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഒരു യൂണിറ്റി നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരികയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് സവിശേഷതകൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, മൾട്ടിലിംഗ്വൽ ക്യാരക്ടറാണ്, കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ തീമാണ് പ്രധാനമായിട്ടുള്ളത്, മിത്തോളജിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷനാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ട്രാൻസ്ലേഷനൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. ഒരു ഷോർട്ടായി പറയുകയാണെങ്കിൽ